എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഇന്ത്യൻ സുപ്രീം കോടതിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? അതൊരു കോടതി മാത്രമല്ലേ? പക്ഷെ സത്യം പറഞ്ഞാല് അതിലുമൊക്കെ ഒരുപാട് മുകളിലാണ് അതിന്റെ സ്ഥാനം. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു പ്രധാന കാവൽക്കാരൻ തന്നെയാണിത്. അപ്പോ ഇന്ന് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഈ പരമോന്നത കാവൽക്കാരന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിക്കുമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം. ഒന്നാലോചിച്ചു നോക്കൂ. ഒരു ഗവൺമെന്റിന് തോന്നുവാണ് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ അങ്ങ് മാറ്റിയെഴുതണമെന്ന്. ഇഷ്ടം പോലെ. എന്താണ് അവരെ അതിൽ നിന്ന് തടയുന്നത്? ആരാണ് ആ ഒരു കാവൽക്കാരനായിട്ട് അവിടെ നിൽക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ത്യൻ സുപ്രീം കോടതി. കണ്ടോ, നമ്മുടെ ഭരണഘടനയുടെ അവസാന വാക്കെന്ന് പറയുന്നത് സുപ്രീം കോടതിയുടേതാണ്. ഓരോ പൗരന്റെയും, അതായത് നിങ്ങളുടെയും എന്റെയും മൗലികാവകാശങ്ങളുടെ അവസാനത്തെ സംരക്ഷകൻ, നിയമത്തിന്റെ കാവൽക്കാരനായിട്ട് അവസാനം വരെ നിലകൊള്ളുന്നത് ഈ ഒരൊറ്റ സ്ഥാപനമാണ്. ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സുപ്രീം കോടതിയുടെ അധികാരങ്ങളെന്ന് പറഞ്ഞാല് അത് വളരെ വലുതാണ്. ഒരുപാട് വൈവിധ്യങ്ങളുമുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യത്തേത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അല്ലെങ്കിൽ തനത് അധികാരം. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നും, അല്ലേ? സിമ്പിളാണ്. ചില കേസുകൾ ആദ്യമായി കേൾക്കുന്നത് സുപ്രീം കോടതി തന്നെയായിരിക്കും. ഉദാഹരണത്തിന്, കേന്ദ്ര സർക്കാരും ഒരു സംസ്ഥാനവും തമ്മിൽ ഒരു വലിയ തർക്കം വന്നു, അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ. അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആദ്യം ചെല്ലുന്നത് സുപ്രീം കോടതിയിലേക്കാണ്. അടുത്തതാണ് അപ്പീൽ അധികാരം. ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒന്നായിരിക്കും. അതായത് ഹൈക്കോടതികൾ ഒരു വിധി പുറപ്പെടുവിച്ചു, അതിനെതിരെ അപ്പീൽ പോകാൻ ഒരിടം വേണമല്ലോ. ആ അപ്പീലുകൾ കേൾക്കാനുള്ള അധികാരമാണിത്. സിവിൽ കേസാകാം, ക്രിമിനൽ കേസാകാം, ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേസാകാം. ഏതായാലും അവസാനത്തെ അപ്പീൽ കോടതി ഇതാണ്. രാജ്യത്ത് നിയമങ്ങളെല്ലാം ശരിയായ രീതിയിലാണോ നടപ്പിലാക്കുന്നത് എന്നുറപ്പുവരുത്തുന്നത് ഇവരാണ്. ഇനി വരാൻ പോകുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാരമാണ്, റിട്ട് അധികാരം. ഇത് ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിയിലേക്കുള്ള നമ്മുടെ ഒരു ഡയറക്റ്റ് ലൈനാണ്. നിങ്ങളുടെ മൗലിക അവകാശങ്ങൾ ആരെങ്കിലും ലംഘിച്ചു എന്ന് തോന്നിയാൽ താഴെയുള്ള കോടതികളിലൊന്നും പോകാതെ നിങ്ങൾക്ക് നേരെ സുപ്രീം കോടതിയെ സമീപിക്കാം. ഒരു പൗരനെ സംബന്ധിച്ച് ഇതെത്ര വലിയൊരു കാര്യമാണെന്ന് ആലോചിച്ചു നോക്കൂ. പക്ഷേ ഒരു കാര്യമുണ്ട്. സുപ്രീം കോടതിയുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധം അത് നമ്മുടെ ഭരണഘടനയിൽ അക്ഷരം പ്രതി എഴുതിവെച്ചൊന്നല്ല. അതെ, ഇവിടെ നിന്നാണ് നമ്മൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാൻ പോകുന്നത്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോടതിയുടെ ഒരു സൂപ്പർ പവറിനെക്കുറിച്ചാണ്. അടിസ്ഥാന ഘടനാ സിദ്ധാന്തം എന്നു പറയും. ഭരണഘടനയിൽ എഴുതിവെച്ചിട്ടില്ല, പക്ഷേ അതിന്റെ ആത്മാവിനെ തന്നെ സംരക്ഷിക്കുന്ന ഒരു അലിഖിത നിയമം. അപ്പൊ എന്താണ് ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, അഥവാ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം? വളരെ സിമ്പിളായിട്ട് പറയാം. പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമൊക്കെയുണ്ട്, സമ്മതിച്ചു. പക്ഷേ അതിന്റെ അടിസ്ഥാന തത്വങ്ങളെ, അതിന്റെ ആത്മാവിനെ തന്നെ മാറ്റാനോ നശിപ്പിക്കാനോ പാടില്ല. ഒരു വീട് നമുക്ക് പുതുക്കി പണിയാം, പക്ഷേ അതിന്റെ അടിത്തറ തന്നെ പൊളിച്ചു കഴിയാൻ പറ്റുമോ? അതുപോലെയാണിത്. ഗവൺമെന്റിന്റെ അധികാരത്തിനു മുന്നിൽ വരച്ചൊരു ലക്ഷ്മണരേഖ. അപ്പോ എന്തൊക്കെയാണ് ഈ അടിസ്ഥാന ഘടകങ്ങൾ? അതിൽ പലതുമുണ്ട്. ഭരണഘടനയാണ് ഏറ്റവും മുകളിലെന്ന തത്വം, നിയമവാഴ്ച, പിന്നെ കോടതികൾക്ക് നിയമങ്ങൾ പരിശോധിക്കാനുള്ള അധികാരം, അതായത് ജുഡീഷ്യൽ റിവ്യൂ, അധികാര വിഭജനം, ഫെഡറലിസം, മതേതരത്വം, ജനാധിപത്യം, പിന്നെ ഏറ്റവും പ്രധാനമായി ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യവും അന്തസ്സും, നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യവുമൊക്കെ ഇതിൽപ്പെടും. ഇവയാണ് ആ തകർക്കാൻ പാടില്ലാത്ത അടിത്തറ. ഇത്രയും ശക്തമായ ഈ ആശയം ഇതെവിടെ നിന്നാ വന്നത്? അതിനുത്തരം കിട്ടണമെങ്കിൽ നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പോണം. വർഷം 1973. കേസ് കേശവാനന്ദ ഭാരതി കേസ്. ഇതൊരു ചരിത്ര നിമിഷമായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൽ എല്ലാം മാറ്റിമറിച്ച ഒരു നിമിഷം. ആ കേസിലാണ് സുപ്രീം കോടതി ആ ചരിത്രപരമായ വിധി പറഞ്ഞത്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരം പരിധിയില്ലാത്ത ഒന്നല്ല. അതോടുകൂടി അടിസ്ഥാന ഘടനാ സിദ്ധാന്തം എന്ന ആശയം പിറന്നു. ശരി, അപ്പോൾ ഒരു നിയമസിദ്ധാന്തമുണ്ടായി. പക്ഷെ എന്തിനാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇതിനെപ്പറ്റി അറിയുന്നത്? ഇത് നമ്മുടെയൊക്കെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് നോക്കാം. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇതിന്റെ കാതൽ. 1, ഇത് ഏകാധിപത്യത്തെ തടയുന്നു. ആർക്കും അമിതമായ അധികാരം കൈയാളാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുന്നു. 2, നമ്മുടെയെല്ലാം മൗലികാവകാശങ്ങൾക്കൊരു കവചമായി ഇത് പ്രവർത്തിക്കുന്നു. പിന്നെ 3ാമതായി, എല്ലാത്തിലുമുപരി നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്തുന്നു.
ഈ ഒരു താരതമ്യം നോക്കൂ, അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. അടിസ്ഥാന ഘടനാ സിദ്ധാന്തമുള്ളതുകൊണ്ട് ഭരണഘടനയാണ് പരമോന്നതം, നമ്മുടെ അവകാശങ്ങളെല്ലാം സുരക്ഷിതമാണ്. ഇനി ഇതൊന്നുമില്ലായിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ചിലപ്പോൾ പാർലമെന്റ് ആയിരിക്കും ഏറ്റവും മുകളിൽ. നമ്മുടെ അവകാശങ്ങൾ ദുർബലപ്പെടുത്താനോ എടുത്തു കളയാനോ വരെ അവർക്ക് സാധിച്ചേനെ. അധികാരത്തെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇല്ലാതാക്കാൻ കഴിഞ്ഞേനെ. അത്ര വലിയൊരു വ്യത്യാസമാണ് ഈ ഒരൊറ്റ സിദ്ധാന്തം കൊണ്ടുണ്ടാകുന്നത്. ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ അംബേദ്കർ പറഞ്ഞൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് അത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്നാണ്. ശരിയല്ലേ? പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള കോടതിയുടെ ഈ അധികാരങ്ങൾ തന്നെയാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് ജീവൻ നൽകുന്നത്. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമുക്കൊരു ചോദ്യം സ്വയം ചോദിക്കാം. ശരിക്കും ഇതൊരു വലിയ ചോദ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളുടെ തീരുമാനങ്ങളും ജനങ്ങൾ തെരഞ്ഞെടുക്കാത്ത ഒരു കോടതിയുടെ സംരക്ഷണ ചുമതലയും തമ്മിലുള്ളൊരു ബാലൻസ്, അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ആ ഒരു സന്തുലിതാവസ്ഥ എവിടെയാണ്? ഇത് നമ്മൾ എല്ലാവരും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.